ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്ക്, അതായത് 30-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വക്കാഡമി പ്രസന്റ് ചെയ്യുന്ന ക്ലീയുടെ റിയൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്ന മോക്ക് ടെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് അതിനകത്തേക്ക് കയറാൻ കഴിയും. അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഇതായിരിക്കും ഓപ്പൺ ആവുന്നത്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഓപ്പൺ ആയതുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്ന ആദ്യം നിങ്ങളുടെ നമ്പർ, പേര് അടിക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും. ഓൾറെഡി അഡ്വക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തവർ, അഡ്വക്കാഡമിയുടെ വെബ്സൈറ്റിൽ ഇൻ ചെയ്തവർക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരാണ്, വെബ്സൈറ്റിൽ കയറാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്പർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ OTP അവർക്ക് ടൈപ്പ് ചെയ്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആയിരിക്കും അവർക്ക് സെക്ഷൻസ്, ഇങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ വരുന്നത്. ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് നെക്സ്റ്റ് അടിച്ച് അടുത്തതിലോട്ട് പോകാം. എന്നിട്ട് ഇവിടെ ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഇൻസ്ട്രക്ഷൻ, ഇവിടെ ഇത് കൃത്യമായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അറ്റംപ്റ്റ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ടെസ്റ്റ് വരും. ഈ ടെസ്റ്റ് റിയൽ ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ലോ എൻട്രൻസ് എക്സാമിനും വരുന്നത്. ഓക്കെ, ഇതിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള, നിങ്ങളിപ്പോൾ ഹൗ മെനി റൈറ്റേഴ്സ് ആർ, ഇതിൻ്റെ അകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനെ നിങ്ങളിപ്പോൾ ആൻസർ ചെയ്തു, ആൻസർ ഇപ്പം ചെയ്യുകയാണ്. ഓക്കെ, ആൻസർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് തന്നു? ഇവിടെ 1ൽ നിങ്ങളത് ചെയ്തു എന്നുള്ളതിൻ്റെ മാർക്ക് ഇവിടെ വീണു. അത് കഴിഞ്ഞതിന് ശേഷം സേവ്, വീണ്ടും നെക്സ്റ്റ് അടിക്കുകയാണ്. അപ്പം അടുത്ത രണ്ടാമത്തതിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ 2 എന്നുള്ള പോയിന്റ് കിടക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്യാതെയാണ്, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങളത് ചെയ്യാതെ അടുത്തതിലോട്ട് പോവുകയാണെങ്കിൽ അത് ഇങ്ങനെ ചുവന്ന മാർക്കിൽ തന്നെ കിടക്കും. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തതിൽ നിങ്ങളിത് ആൻസർ ചെയ്ത് നിങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ മാർക്ക് ഫോർ റിവ്യൂ, നിങ്ങൾ ഇതിൻ്റെ അകത്ത് മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ടിരിക്കുകയാണ്. മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന പോലെ ചെറിയൊരു പച്ച കളറും കൂടെ ഇവിടെ ഇതുപോലെ കത്തി കിടക്കും. അത് കഴിഞ്ഞ് സേവ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പച്ച കളർ കൂടെ ഉണ്ടല്ലോ, ചെറുതായിട്ട് ഈ പർപ്പിളിന്റെ കൂടെ തന്നെ ഈ പച്ച കളറും അതുപോലെ കത്തി കിടക്കും. ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഇതൊന്നും ചെയ്തില്ല, ഇത് എനിക്ക് അറിയാം, പക്ഷേ ഇതിൻ്റെ ആൻസർ എനിക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അപ്പം ഞാൻ മൊത്തം പോയിട്ട് വരാം എന്ന് കരുതുന്നവരാണ് എന്നുണ്ടെങ്കിൽ മാർക്ക് ഫോർ റിവ്യൂ ഒന്നുകൂടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാതെയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ സെയിം പച്ച കളർ ഇവിടെ കാണത്തില്ല. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സേവ് നെക്സ്റ്റ് കൊടുത്ത് അടുത്തടുത്ത ചെയ്ത് പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സബ്മിറ്റ് ടെസ്റ്റിൽ കയറി ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ടെസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. ഓക്കെ, ഈ സബ്മിറ്റ് ടെസ്റ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ സബ്മിറ്റ് ആവത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മറ്റു കാര്യങ്ങൾ, ഇവിടെ ടൈം നിങ്ങൾക്ക് കാണിക്കും, നിങ്ങൾക്ക് എത്ര ടൈം ഉള്ളത് എന്നുള്ളത് ഇതിനകത്ത് കാണിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്കിപ്പം ഇന്ന് 8ാമത്തെ ക്വസ്റ്റ്യനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾ 8ാമത്തെ ക്വസ്റ്റ്യനിൽ പോകും. 9ാമത്തെ ക്വസ്റ്റ്യനിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യനിൽ പോകും. ഓക്കെ, അങ്ങനെ തന്നെ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റും. ലോ എൻട്രൻസ് എക്സാമിന് നിങ്ങൾ മോക്ക് ടെസ്റ്റ്, നിങ്ങൾക്ക് ആദ്യം കേരള ലോ എൻട്രൻസ് എക്സാമിൽ ഒരു മോക്ക് ടെസ്റ്റ് തരും. ഈ സെയിം പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് ലോ എൻട്രൻസ് എക്സാം, കേരള ലോ എൻട്രൻസ് എക്സാം നിങ്ങൾ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തും ഈ സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എല്ലാവരും ചെയ്യുക. അതിന്റെ റാങ്ക് വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് തന്നെയായിരിക്കും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. ഒരു റിയൽ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. മാക്സിമം ചെയ്യുന്നവരെല്ലാവരും ഈ പറയുന്ന ലാപ്ടോപ്പിലോ PC-ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സംശയമുള്ളവർ നമ്മുടെ അഡ്വക്കാഡമിയുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.